നോമ്പ് ക്രിസ്തുവിൻ്റെ ഹൃദയവിചാരങ്ങൾ അറിയാനും അവനെ ശ്രവിക്കാനുമുള്ള സമയമാണ്. ഈ നോമ്പ് കാലത്ത് ഉപവസിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. 2 വാക്കുകൾ ചേർത്ത് വെച്ചാണ് ഉപവാസം എന്ന പദം രൂപപ്പെട്ടത്. ഉപ പ്ലസ് വാസം, ഉപവാസം. അരികിലായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ അരികിലായിരിക്കുക, മനുഷ്യരുടെ അരികിലായിരിക്കുക, പ്രകൃതിയോട് ചേർന്നിരിക്കുക എന്നൊക്കെ വിശാലമായ അർത്ഥത്തിൽ നമുക്കതിനെ കാണാൻ സാധിക്കും. ഉപവാസത്തിലൂടെ ക്രിസ്തുവിൻ്റെ ഹൃദയവിചാരങ്ങളെ തിരിച്ചറിയുക, മനസ്സിലാക്കുക എന്നത് ഈ നോമ്പ് കാലത്ത് നാം വലിയ ഒരു നിയോഗമായി ഏറ്റെടുക്കുന്നത് നല്ലതായിരിക്കും. 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ച ക്രിസ്തു തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃകയായി നാം സ്വീകരിക്കേണ്ടത്. ശിഷ്യഗണങ്ങളോടൊപ്പം ചുറ്റി സഞ്ചരിക്കുകയും അവരെ കേൾക്കുകയും അവരെ സദാ പഠിപ്പിക്കുകയും ചെയ്ത ക്രിസ്തു ഉപവാസത്തിൻ്റെ പ്രാധാന്യത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്. പിശാച് ബാധിച്ച ഒരു ബാലനെ സുഖപ്പെടുത്തുവാൻ വളരെയേറെ കഷ്ടപ്പെട്ട ശിഷ്യഗണത്തോട് അതിന് സാധിക്കാതിരുന്ന അവസ്ഥയിൽ ഈശോ പറയുന്ന വാക്യമുണ്ട്: ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഇതിനെ കീഴടക്കുവാൻ സാധിക്കുകയില്ല. തിന്മയ്ക്കെതിരെ പടപൊരുതുവാൻ, നന്മ ചെയ്യുവാൻ ഉപവാസം വലിയ ഒരു ആയുധമാണെന്ന് നാം തിരിച്ചറിയുക. അങ്ങനെ ഉപവാസത്തെ ആയുധമായി കണ്ടവർ ലോകചരിത്രത്തിൽ ഉടനീളമുണ്ട്. നമ്മുടെ മഹാത്മാ ഗാന്ധിജി മുതൽ ഇറോം ശർമിള വരെയുള്ള പട്ടിക ഇങ്ങനെ നീളുകയാണ്. ഉപവാസമനുഷ്ഠിച്ചും പ്രാർത്ഥിച്ചും ഈ കാലയളവിൽ ക്രിസ്തുവിനോട് കൂടെ ചേർന്നിരിക്കുവാൻ, അടുത്തിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അവൻ്റെ വാക്കുകൾ ശ്രവിക്കണമെങ്കിൽ ഹൃദയവിശാലതയും ഉപവാസത്തിൻ്റെ അനന്യത വ്യക്തമാക്കുന്ന ഭക്താനുഷ്ഠാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ശാന്തമായി അവൻ്റെ അടുക്കലിരിക്കുവാൻ. വചനം പറയുന്നില്ലേ, ഞാൻ ശാന്തമാകുക ദൈവമാണെന്നറിയുക. ശാന്തമായിരുന്ന് ക്രിസ്തുവിൻ്റെ മൊഴികളെ ധ്യാനിക്കുവാൻ, ഉപവാസമനുഷ്ഠിച്ച് അവനോട് കൂടുതൽ ചേർന്നിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഇരുളുമൂടുന്ന വഴികളിലും ഇരുൾ വീഴുന്ന കാൽവരി മലയിലും നമുക്കും വേണ്ടേ ഒരിറ്റു വെളിച്ചം. അതിന് എങ്ങോട്ടെന്നില്ലാതെ യാത്ര പോകുന്ന നമ്മുടെ പ്രവണതകളെ മാറ്റിവെച്ച് ഉപവാസത്തിൻ്റെ അനുഷ്ഠാനങ്ങളിലേക്ക് നാം തിരികെ നടക്കണം. ക്രിസ്തുവിൻ്റെ ഹൃദയവിചാരങ്ങൾ അറിയുവാൻ, അവനോട് ഒട്ടിച്ചേർന്നിരിക്കുവാൻ, തിന്മയ്ക്കെതിരെ പടപൊരുതുവാൻ, നന്മയുടെ വക്താക്കളായി മാറുവാൻ നമുക്ക് ഉപവാസം അനുഷ്ഠിക്കാം. എല്ലാവർക്കും നോമ്പാചരണത്തിൻ്റെ നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.